ഹലോ ഹലോ അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു കുറച്ചുകൂടെ പെർഫ്യൂം റിവ്യൂലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പെർഫ്യൂമിൻ്റെ വീഡിയോ പണ്ട് കുറച്ച് നാൾ മുമ്പ് ഇട്ടായിരുന്നു. നല്ല കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ഫീഡ്ബാക്കൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. പിന്നെ ഏത് വില കൂടിയ പെർഫ്യൂമും നമുക്ക് ഞൊടിയിടയിൽ കൈക്കലാക്കാം. YSL ബ്യൂട്ടിയുടെ അതിൻ്റെ ഫ്രാഗ്രൻസ് ബേബി ക്യാറ്റ്. അതിൻ്റെ വില എത്രയാണെന്നറിയാം? $535. $535 സാധനം $35 നമ്മുടെ കയ്യിലിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ സ്മെല്ല് കിട്ടുകയും ചെയ്യും. $535 കൊടുക്കണ്ടല്ലോ. കസ്റ്റമൈസ് പെർഫ്യൂം ഉണ്ടാക്കുന്ന ഷോപ്പുണ്ട് ഓസ്ട്രേലിയ, നിങ്ങൾക്കറിയുമോ? അതായത് നമുക്ക് വേണ്ട ഏത് ബ്രാൻഡിൻ്റെ സ്മെല്ല് വേണമെങ്കിലും അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാം. അതായത് എല്ലാ ബ്രാൻഡിൻ്റെയും പെർഫ്യൂം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് വില കൂടിയ ബ്രാൻഡിൻ്റെ പെർഫ്യൂം ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. വളരെ ചീപ്പാണ്. ഇപ്പോൾ ഒരു $200 പെർഫ്യൂം ആണെങ്കിലും നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. പക്ഷേ അവരുടെ ബ്രാൻഡിന് എല്ലാ കുപ്പിയും സെയിം ആയിരിക്കും. മെയിൽസിനും ഫീമെയിലിനും ജസ്റ്റ് ബ്ലാക്കും ഗോൾഡനും ഉള്ള കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എല്ലാ പെർഫ്യൂമിനും $35 കേട്ടോ. അപ്പോൾ ഇതിന് വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം ആ സെയിം സംഭവം വേണമെങ്കിൽ അതിനൊരു നമ്പറാണുള്ളത്. ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴേക്കും അവർ ആ കടയിൽ നിന്ന് നമുക്ക് സെയിം നമ്പർ വാങ്ങിക്കാം. അപ്പം ഇപ്പോഴത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് ആ സംഭവം. അവരുടെ ബ്രാൻഡ് പല്ലേമോ എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് അവരുടെ പരസ്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ ഡിയോറിൻ്റെ ഒരു $150 വിലയുള്ളൊരു പെർഫ്യൂമിൻ്റെ അതേ ഫ്രാഗ്രൻസ് ആണ്. പക്ഷേ ഇതിന് $35 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ $35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ബ്രാൻഡിൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ലും നമുക്ക് വേണ്ടത് ആ ബ്രാൻഡ്. ഇപ്പം നമുക്ക് ഷനലിൻ്റെ വേണമെങ്കിൽ ഷനലിൻ്റെ ഗേൾസിൻ്റെ ഈ ബ്രാൻഡിലുള്ളത് തരാൻ പറഞ്ഞാൽ അവർ ഈ സെയിം കുപ്പിയിലായിരിക്കും തരുന്നത്. അപ്പോൾ അതുപോലത്തെ 2-3 കൂടെ എൻ്റെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഡിഫറൻസ്. ബോയ്സിൻ്റെ ബ്ലാക്ക്, ഗേൾസിൻ്റെ ഈ കളറ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും കുപ്പിയിൽ അതുപോലെ തന്നെ, ഞാൻ പറഞ്ഞില്ലേ കുപ്പി അതുപോലെ തന്നെയാണ്. ഇത് ബോയ്സിൻ്റെ കേട്ടോ, ഇത് ഗേൾസിൻ്റെ. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങിക്കാം. നമുക്ക് ഇഷ്ടമുള്ള, അതായത് പറഞ്ഞാൽ എക്സ്പെൻസീവ് പെർഫ്യൂമാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. അത് നമുക്ക് വില കുറഞ്ഞ രീതിയിൽ ആ സെയിം ഫ്രാഗ്രൻസ് കിട്ടും. ഇത് ഓയിൽ ബേസ്ഡ് പെർഫ്യൂമാണ് കേട്ടോ. അപ്പോൾ അത് മിനിമം 6 to 8 hours ലാസ്റ്റ് ചെയ്യുമെന്നാണ് അവർ ഗ്യാരണ്ടി ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ക്യാൻബറയിൽ കുറേ സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഷോറൂംസ് ഉണ്ട്. നിങ്ങൾക്ക് വാർഡനിലുണ്ട്, ബെൽക്കോണിലുണ്ട്. ഞാൻ വാങ്ങിച്ചത് ബെൽക്കോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ഇത് ട്രൈ ചെയ്യുക. ഓക്കെ. പിന്നെ ഇത് ഗൈ സെബാസ്റ്റ്യൻ്റെ പെർഫ്യൂം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് സിൻസൺ ആണെങ്കിലും പുള്ളിക്കാരൻ്റെ ഒഫീഷ്യൽ നെയിമിനകത്ത് സെബാസ്റ്റ്യൻ എന്നുണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയ പെർഫ്യൂമാണിത്. അപ്പോൾ സെബാസ്റ്റ്യൻ എന്നുള്ള പേരുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇത് ഗൈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഓസ്ട്രേലിയൻ സിംഗർ അയാളുടെ വൈഫിന് വേണ്ടി ഉണ്ടാക്കിയൊരു പെർഫ്യൂമാണിത് കേട്ടോ. ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു പെർഫ്യൂം, നല്ലൊരു ഗേളിഷ് സ്മെല്ലാണ്. ഓപ്പൺ ചെയ്യുമ്പം ഇതിൻ്റെ ബോട്ടിൽ നല്ല ക്യൂട്ടാണ് കാണാൻ. നല്ല റെഡ് ഞങ്ങളുടെ ഫാമിലിയുടെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് സെബാസ്റ്റ്യനും കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ പിള്ളേരുടെ എല്ലാവരുടെയും സർനെയിമിനകത്ത് സെബാസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഇത് കണ്ടോ, ഇത് കുറേ നാളത്തായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പെർഫ്യൂം വാങ്ങിക്കണമെന്ന്. അപ്പം ഞാൻ ഇതൊരു നല്ലൊരു ഐഡിയ അല്ലേ, ഈ ഒരു സംഭവത്തിൽ കൂടെ വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ഫ്രാഗ്രൻസും, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമ്മൾ വില അത്രയും കൊടുക്കുന്നുമില്ല. അപ്പം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ.